ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനിവിടെ മാതാവ് വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് സഞ്ജീവ് ജോർജ്. ഞാൻ പത്തനംതിട്ട സ്വദേശിയാണ്. ഞാൻ ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്നു. ഞാനിവിടെ വന്നേക്കുന്നത്, ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 1 2022 അതിനു മുമ്പ് എൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ പള്ളിയിൽ പോവും, അങ്ങനെ നിർബന്ധമായിട്ടൊന്നുമില്ല, ജസ്റ്റ് പള്ളിയിൽ പോവും, കാര്യങ്ങളൊക്കെ ചെയ്യും, പിന്നെ ബിസിനസ്സുപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ലോകപരമായിട്ടുള്ള ജീവിതത്തിലായിരുന്നു ഞാൻ കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ പറയുന്ന പോലെ എൻ്റെ കഴിവ്, എൻ്റെ ഇതും കൊണ്ടാണ്, പ്രയത്നം കൊണ്ടാണ് ഞാൻ ഇത് നേടിയതെന്നുള്ള ഒരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഡോഗ് ബിസിനസ്സാണ് ഉള്ളത്. ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലത്തുകളെല്ലാം എൻ്റെ ഡോഗ്സിൻ്റെ ബിസിനസ് നടക്കുന്നുണ്ട്. അങ്ങനെ നിന്നുകൊണ്ടിരുന്ന സമയത്ത് നല്ലോണക്ക് ബിസിനസ് ഫ്ലറിഷ് ചെയ്ത് നല്ലൊരു പേരിൽ നിന്ന സമയത്താണ് ഞാൻ ഡിവോഴ്സ് ചെയ്യായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഒന്ന് വിവാഹം കഴിക്കണമെന്ന് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ പറഞ്ഞ് അങ്ങനെ വിവാഹം കഴിക്കാനായിട്ട് 2021 നമ്മളെല്ലാം കൂടെ പറഞ്ഞ് എന്നാൽ പിന്നെ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞുള്ളൊരു തീരുമാനത്തിൽ വന്നേയും അങ്ങനെ രണ്ടാമത് വിവാഹം കഴിക്കാനായിട്ടുള്ള നമ്മൾ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു മാട്രിമോണിയിൽ വന്നപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ജനിച്ചു വളർന്നതെല്ലാം നോർത്ത് ഇന്ത്യയിലായിരുന്നുണ്ട്. അപ്പം കുറച്ച് പ്രാക്ടിക്കലായിട്ട് മുമ്പോട്ട് പോകുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ കത്തോലിക്ക വിശ്വാസത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ അവിടുന്ന് കല്യാണം കഴിക്കുന്നു. അത് പള്ളി വെച്ച് തന്നെയുള്ള കല്യാണമായിരുന്നു. കല്യാണം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. അതുവരെ നമ്മൾ ലോകപരമായിട്ടുള്ള കാര്യങ്ങളിലും നമ്മുടെ കഴിവിലും നമ്മുടെ ഇതിലായിരുന്നു മാത്രം ഞാൻ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്തായിരുന്നു ഈ പറയുന്ന പോലെ ഡാമിന് വെള്ളം അടച്ച് വെക്കുന്നത് പോലെ, പെട്ടെന്ന് ഷട്ടറെല്ലാം അടയ്ക്കുന്നതെന്ന് പറയുന്ന പോലെ ഒന്നൊന്നായിട്ട് നമ്മുടെ വരുമാന വഴികൾ അടയാൻ തുടങ്ങി. പിന്നീട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ തന്നെ ഒരു ഡൗൺഫോൾസ് വരുന്നതെന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നായിട്ട് നിൽക്കുകയല്ല, ഒരടിക്ക് തന്നെ ഓരോരോ ഭാഗങ്ങൾ നിന്ന് പോകാൻ തുടങ്ങി. എന്തോ ചെയ്യണമെന്ന് അറിയാത്ത ഒരു പ്രശ്നത്തിന് നടുവിൽ നിൽക്കുമ്പോൾ, അപ്പോൾ അന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ജീവിതത്തെ എങ്ങനെ മുറുക്കി പിടിക്കണമെന്ന് പോലും മനസ്സിലാവുന്നില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമായിരുന്നു. ഇവിടെ കുടുംബജീവിതം തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് താളപ്പിഴക തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഇത് അറിയിക്കാനും പറ്റുന്നില്ല. അത് മറച്ചു വെച്ച് നമ്മൾ പല അഭ്യാസങ്ങൾ, നമുക്കറിയാവുന്ന അഭ്യാസങ്ങളെല്ലാം കാണിക്കുകയും ചില ഫോൺ കോൾസ് വരുമ്പോൾ എടുക്കാതിരിക്കുകയും ആ ഫോൺ കോൾസ് വരുമ്പോൾ മാറിപ്പോയി മറ്റേ നാണക്കേടും ഇതും കൊണ്ടുപോയി അത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി മാറിപ്പോയിരുന്ന് സംസാരിക്കുകയും ചെയ്തപ്പോൾ അവിടെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് ഇപ്പം ശരിയാക്കാമെന്നുള്ള നമ്മുടെ കഴിവിൽ നമ്മൾ വിശ്വസിച്ച് നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവിലൊന്നുമല്ല എന്നുള്ളത് മനസ്സിലായി. ദൈവത്തിൻ്റെ കൃപ നമ്മൾ മറന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, ഇവിടെ അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞൊരു വാക്കിന്, പിതാവ് ആകർഷിക്കാതെ ആരും പുത്രൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയില്ല. അത് വളരെ സത്യമാണ്. ഇവിടെ തന്നെ ഈ ദിവ്യ അൽത്താറയിൽ വന്ന് നിൽക്കാനുള്ള ഭാഗ്യമുണ്ട്. മാതാവ് പറയാതെ തന്നെ ആർക്കും ഇവിടെ വരാൻ കഴിയില്ല. അത് മാതാവ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മാതാവ് ഒരു വിടുതൽ തന്നിരിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ വലിയൊരു ഉദാഹരണമായിരുന്നു. കാരണം എനിക്ക് മാതാവായിട്ട് വലിയ ഒരു അടുപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ കല്യാണത്തോടു കൂടി നമ്മുടെ ഈ ഓരോ താളപ്പെശകളെല്ലാം വരാൻ തുടങ്ങിയപ്പോൾ എന്തോ ചെയ്യണമെന്നറിയത്തില്ല. നമ്മൾ പറയുമ്പോൾ ബിസിനസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തികമുള്ളപ്പോഴും നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല. പക്ഷേ സാമ്പത്തിക വഴികൾ അടയുകയും മുമ്പോട്ട് എങ്ങനെ ജീവിക്കും, നിത്യജീവിതം പോലും എന്തോ ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ, കല്യാണം കഴിച്ച് നിൽക്കുമ്പോൾ ആ പ്രൗഢിത്വം കളയാനും പറ്റത്തില്ല, സ്റ്റാറ്റസിന് താഴോട്ട് പോകാനും പറ്റത്തില്ല. പക്ഷേ കടക്കാരൻ്റെ ബഹളങ്ങളും എല്ലാം കൂടെ തുടങ്ങി. ഇതുവരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന ബിസിനസ് ലോക്ക്ഡൗണിൽ പോലും എനിക്ക് സാമ്പത്തിക ഞെരുക്കം എന്താണെന്നോ അല്ലെങ്കിൽ EMI വരുമ്പോൾ എന്തോ ചെയ്യണമെന്നോ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഈ EMIയും എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയും ബിസിനസ് വളരെ നല്ലോണം ഫ്ലറിഷായി നടക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ സമയത്താണ് നമ്മുടെ സകല വഴികളും അടയുന്നത്. അതിൻ്റെ കൂടെ ലോകപരമായിട്ട് കള്ളുകുടി ഉണ്ടായിരുന്നു, നല്ലോണം മദ്യപിക്കുമായിരുന്നു, സിഗരറ്റ് വലിക്കുമായിരുന്നു, പിന്നെ ആരെയും അങ്ങനെ കെയർ ചെയ്യത്തില്ലായിരുന്നു. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. അത് ആർക്കും ഉപദ്രവിക്കാനല്ല, ആരെയും ഇത് ചെയ്യാനല്ല. എനിക്ക് ശരി, അത് ഞാൻ ചെയ്തിരിക്കും, അത് ഞാൻ മുമ്പോട്ട് പോകും. എൻ്റെ കഴിവിലാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു കല്യാണം കഴിഞ്ഞപ്പം തൊട്ട് എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു. പക്ഷേ പുള്ളിക്കാരത്തി വന്നു കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം നടന്നു കഴിഞ്ഞാൽ 13 വർഷക്ക് മുമ്പ് ഞാൻ ഒരു ബൈബിൾ അങ്ങനെ എടുത്ത് വായിക്കാറില്ല. ഇടയ്ക്ക് വായിക്കും, ഇടയ്ക്ക് വിടും, അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ ഒന്നും ഇല്ലായിരുന്നു. ഇതെല്ലാം ഞാൻ ഉപേക്ഷിച്ചായിരുന്നു.
ആ ഒരു സംഭവത്തിൽ ഒരു തുടക്കം ഈ കല്യാണം കഴിഞ്ഞപ്പം തൊട്ട് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് വന്നിരുന്നു. അത് വേദോസം എടുത്ത് വായിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റി അതുപോലെ ഭദ്രമായിട്ട് മാറ്റി വെച്ചു. കാരണം ഇത് തൊട്ട് കഴിഞ്ഞ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോകുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ദുരിതമാകാൻ തുടങ്ങിയപ്പോൾ പലരും പല രീതിയിലുള്ള സംസാരങ്ങൾ, ലോകപരമായ സംസാരങ്ങൾ വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കോൾസ് വരുമ്പോൾ, കടക്കാരുടെ കോൾസ് വരുമ്പോൾ ഞങ്ങൾ മാറിപ്പോയി സംസാരിക്കുമ്പോൾ, പുള്ളിക്കാരത്തി നോർത്ത് ഇന്ത്യയിലാണ്, പുള്ളിക്കാരത്തിക്ക് മലയാളം അറിയത്തില്ല. പുള്ളിക്കാരത്തി വിചാരിക്കുന്നത് ഇത് വേറെ എന്തോ സംഭവമുണ്ട്, മാറിപ്പോയി നിന്ന് സംസാരിക്കുകയാണ്. എപ്പം കോൾസ് വന്നാലും കട്ട് ചെയ്യുമെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ നാണക്കേടും കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. അവരുടെ മുമ്പ് വെച്ച് കടത്തിൻ്റെ കാര്യം എങ്ങനെ സംസാരിക്കുമെന്ന് അറിയത്തില്ല. പൈസ ചോദിക്കുന്നവരോട് എന്തോ മറുപടി പറയുന്നത് എൻ്റെ മറുപടി ഇല്ല. ബിസിനസ്സിലൊന്നും ഇല്ല. നമ്മുടെ വാക്കിൽ വിശ്വസിച്ച് 2 ലക്ഷം 3 ലക്ഷം രൂപ ഇപ്പം തരണമെന്ന് പറയുന്ന വ്യക്തികൾ പോലും 1000 രൂപ ചോദിച്ചിട്ട് പോലും തരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തെ പുള്ളിക്കാരത്തിൻ്റെ ഞങ്ങൾ ആഭരണം എടുത്ത് പണയം വെച്ചു. ലാസ്റ്റ് നിക്കക്കണ്ണി ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുക. പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ നുള്ളിപ്പറക്കി അതും എടുത്ത് ചിലവാക്കാൻ തുടങ്ങി. ബിസിനസ്സിനകത്ത് ഒന്നും നടക്കുന്നില്ല. ലാസ്റ്റിൽ നമ്മൾ സഹായിച്ച ആൾക്കാർ പോലും നമുക്ക് എതിരെ തിരിയാൻ തുടങ്ങി. നമുക്കറിയാത്ത കഥകളിലെല്ലാം നമ്മൾ കയറി ഇൻവോൾവ് ആവാൻ തുടങ്ങി. നമുക്ക് അനുകൂലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ, നമ്മൾ അങ്ങോട്ട് സഹായിച്ച ആൾക്കാർ പോലും നമ്മളെ ഉപേക്ഷിച്ച് നമ്മളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയാൻ. അപ്പോഴത്തേക്ക് വീട്ടിലെ സിറ്റുവേഷൻസും കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും മാറി. എപ്പോഴും തൊട്ടനും പിടിച്ചനും എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറിറ്റേഷൻ. നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ഇവിടെ നോക്കുമ്പോൾ പുള്ളിക്കാരത്തിൻ്റെ സംശയം വരുന്നത് എന്താണ്, പുള്ളിക്കാരൻ എന്നോട് ഹൈഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള സംസാരം അതിനകത്ത് ഒരു മനസ്സിലായി, ദൈവത്തിൻ്റെ കൃപയുള്ളതുകൊണ്ട് മാത്രമാണ് ഇന്നും ഞാൻ ഈ അൽത്താറിൽ ഞാൻ നിൽക്കുന്നത്. അത് പരിശുദ്ധ അമ്മ മാത്രം ഇതിനകത്ത് ഇടപെട്ടതിൻ്റെ മാത്രമാണ്. കാരണം അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ അവിടെ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം വന്നപ്പോൾ, ഈ എല്ലാ കാര്യം വന്നപ്പോൾ ലാസ്റ്റിൽ പ്രശ്നങ്ങൾ വളരെ ദൂഷ്യമായി. എൻ്റെ ഒരു സ്റ്റാറ്റസ് അതുവരെ ഞാൻ കളഞ്ഞു മുടിച്ചു എന്നുള്ളതാണ്. അത് വളരെ മോശമായ രീതിയിൽ സാത്താൻ എന്നെ നശിപ്പിക്കാനായിട്ട് എല്ലാ വഴികളും നോക്കി. ആ സമയത്തെല്ലാം ഇവിടുത്തെ പ്രമുഖമായ സകല അമ്പലങ്ങൾ ഞാൻ പോയിട്ടുണ്ട്. ചാത്തൻ സേവ അടക്കം ഈ രക്ഷപ്പെടാനുള്ള സകല വഴികൾ ഞാൻ നോക്കിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വലിയ പ്രശസ്തമായ അമ്പലത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി നിന്നാൽ മതി, അവരെൻ്റെ പേരും നാളും നക്ഷത്രവും പറയും. കാരണം അതുപോലെ നമ്മളവിടെ പോയി ഓരോ ദിവസങ്ങൾ വഴിപാട് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ കഴിക്കാൻ പൈസ ഇല്ലാതിരിക്കുമ്പോൾ അവർ പറയും ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ മാറും, ഇന്നത് ചെയ്താൽ മാറും, ഇത് ഇന്ന ദോഷം കൊണ്ടാണ്, അത് വന്ന ഭാര്യയുടെ ഇന്ന ദോഷം കൊണ്ടാണ്, ഭാര്യയുടെ അന്ന ദോഷം കൊണ്ടാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പം നമ്മൾ ഇതിനകത്തിന് എനിക്ക് എന്തോ ഒരു പറയത്തില്ല, നമ്മൾ ഉള്ളിൽ നിന്ന് ദൈവം ഒരു ഉള്ളുവിളി തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പുറമേ നമ്മൾ പറയും ഇതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് ആരോ വന്ന് പറയും നിൻ്റെ വഴി അതല്ല നിൻ്റെ വഴി. അപ്പം ഈ വഴിക്കെല്ലാം കൊണ്ടുപോകുമ്പോഴും അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതേ ഉള്ളായിരുന്നു. ഏത് അമ്പലത്തിൽ പോയാലും വലിയ പ്രശസ്തമായ അമ്പലങ്ങളുണ്ട്. ഞാൻ ഒരു അമ്പലത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ പ്രശസ്ത അമ്പലങ്ങളുണ്ട്. ആ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന ഒറ്റ കാര്യം, താൻ ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ടോ, താൻ മരിച്ചില്ലയോ, തനിക്ക് ദൈവാനുഗ്രഹമുണ്ട്, അന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്ത് ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ പറയും ഇന്ന് അമ്പലത്തിൽ പറ്റത്തില്ല, വേറെ അമ്പലത്തിൽ പോകാൻ പറയും. അങ്ങനെ അവസാനം ഞാൻ ചാത്തമ്മടം എന്ന് പറയുന്ന തൃശ്ശൂർ ചാത്തമ്മടത്തിൽ പോയി. അവിടുത്തെ ഏറ്റവും വലിയ ചാത്തൻ്റെ സേവയുള്ള സ്ഥലമാണ്. അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇന്ന പൂജ ചെയ്യാൻ. ആ സമയത്ത് ലോക്ക്ഡൗണിൻ്റെ സമയമായിരുന്നു. ഇന്നത് ചെയ്യ്. അപ്പോഴും ഞാൻ കടത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ വീടും വസ്തുവും ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ലോൺ എടുത്തതാണ്. അത് കുറച്ച് നാൾ അടച്ചു എല്ലാം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഫാദറിന് വയ്യാതായിട്ട് ഞാൻ തിരിച്ച് ഗൾഫിൽ നിന്ന് മടങ്ങി വരേണ്ടി വന്നത്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫാദറിൻ്റെ മരണം കഴിഞ്ഞിട്ടാണ് ഈ ബിസിനസ്സുകളെല്ലാം തുടങ്ങിയത്. പിന്നെ ഇത് കൊണ്ടുവന്നത്. പക്ഷേ ഈ ലോൺ അടയ്ക്കാൻ പറ്റത്തില്ല. എത്ര നാളായിട്ട് ഞാനിത് വിൽക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നുമില്ലായിരുന്നു. ആ സമയത്ത് ഈ കല്യാണം കഴിക്കുകയും ഇത്രയും കാര്യങ്ങൾ ഡൗൺഫോളിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞപ്പോൾ ആകെ പ്രശ്നങ്ങളായി. വീട്ടിലെന്നും കലഹവും വഴക്കും പ്രശ്നങ്ങളും നമ്മൾ പോലും അറിയാത്ത തന്നെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ സംഭവിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രശ്നം വളരെ നിസ്സാരമായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കും, അപ്പോഴത്തേക്ക് കൈവിട്ട കാര്യങ്ങളൊക്കെ പോയി കഴിയും. ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ എൻ്റെ ജീവിത പങ്കാളി ആ സമയത്ത് പറഞ്ഞു ഇനിയും എനിക്ക് പറ്റുന്നില്ല, ഞാൻ പോവുകയാണ്, ഇവിടെ എല്ലാം പ്രശ്നത്തിലാണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം സാത്താൻ നശിപ്പിക്കാനാണ് വരുന്നതെന്നുള്ളത് പിന്നീട് മനസ്സിലായത്. അന്നൊന്നും മനസ്സിലായി. പക്ഷേ ഈ പുള്ളിക്കാരത്തിൽ പോകുമ്പോൾ എനിക്ക് എന്നോട് പറയുന്നത് പോകുന്നവർ പോട്ടെ, നിനക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ മതി, നീ ഇതിനകത്ത് ആരെയും ബോണ്ടേജിൽ നിൽക്കേണ്ട കാര്യമില്ല എന്ന് ഉള്ളിൽ നിന്ന് ആരോ ഇത് നമ്മൾ പുറമെ ചിന്തിച്ച് വരുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു ഉള്ളുവിളി വരും. നിന്നെ വിളിച്ചേക്കുന്ന വിളിയിൽ നീ വിശ്വസ്തനായി നിൽക്കുക. എനിക്ക് എപ്പോഴും ഉള്ളിൽ നിന്ന് ആരോ വന്ന് എന്നോട് സംസാരിക്കുന്ന പോലെ വരും, ഈ ദേശത്ത് നിന്നെ ഞാൻ മാനിക്കും, നിന്നെ ഞാൻ ഉയർത്തും, നിന്നെ എനിക്ക് ആവശ്യമുണ്ടെന്നുള്ള ഒരു ഉള്ളിൽ നിന്നൊരു വിളി വന്നുകൊണ്ടിരിക്കുമായിരുന്നു എപ്പോഴും.
അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പോയി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എനിക്കിനിയും പറ്റുന്നില്ല, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രശ്നമാണ്, എന്നും പ്രശ്നം, കാരണം കാശില്ല, ഒന്നുമില്ല, മുമ്പോട്ട് ഒരു ദിവസം കഴിയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുക. അതുപോലെ നല്ലോണക്ക് നിന്നൊരു സമയത്ത് പെട്ടെന്ന് നമ്മൾ ബാങ്ക് ബാലൻസ് ഒക്കെ സീറോ ആവുക എന്ന് പറയുമ്പോൾ ഓൾ ഓഫ് എ സഡൻ മൊത്തം ക്രൈസിസിലേക്ക് വന്ന് തീരുന്ന സമയം. അപ്പോൾ മദ്യപാനം കൂടാൻ തുടങ്ങി. അപ്പോൾ മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. പക്ഷേ ഈ കല്യാണം കഴിഞ്ഞ് പിന്നെ നമുക്കൊരു മാതാവിനോടുള്ള ഒരു പ്രത്യേക ഒരു അടുപ്പം വരാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റിൽ വൈഫ് ഇങ്ങനെ പ്രശ്നങ്ങളായി. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞു, ഞാനിപ്പം കുറച്ച് ദിവസത്തേക്ക് ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി പോകുന്നു. അപ്പം ഞാൻ മുഴുവനെ ഒറ്റയായിപ്പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എന്തിന് ജീവിക്കണം? ഞാൻ എല്ലാവർക്കും നല്ലത് ചെയ്ത് കൊടുത്തിട്ട് എനിക്കിതുവരെ ഒന്നും നല്ലത് വരുന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ ഒരു ശത്രുത വെച്ച ഒരാൾ വന്ന് നമ്മുടെ മുമ്പേ കരഞ്ഞ് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ സങ്കടം പറയുമ്പോൾ നമ്മൾ മനസ്സലിഞ്ഞ് അവരെ സഹായിക്കുമ്പോൾ അവർ നമുക്ക് മറിച്ച് നമുക്ക് വീണ്ടും നമുക്ക് അടുത്ത കുരുക്കി നമ്മളെ ചാടിക്കാൻ നോക്കുമ്പോൾ, അപ്പോൾ ഞാൻ ഓർത്ത് എന്തിന് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഞാൻ ജീവിതം അവസാനിക്കാൻ വേണ്ടി എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു, ഞാൻ ഇനിയിപ്പം വരുന്നില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിതം അവസാനിക്കാൻ വേണ്ടി ഞാൻ പുള്ളിക്കാരത്തെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ നീ വരുന്നില്ലല്ലോ, ഇല്ല ഞാൻ പോവുകയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാനും പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് വൈകുന്നേരം മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നി, എന്നാൽ പിന്നെ എന്തിനിത് വെച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എടുത്ത് മരുന്ന് കഴിച്ചു. ആ മരുന്ന് കഴിക്കുന്ന മുമ്പ് എന്നോട് ആരോട് പറയുക, എടാ ഈ മരുന്നിൻ്റെ കൂടെ ഇതും കൂടെ മിക്സ് ചെയ്യും, അപ്പം കുറച്ചും കൂടെ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ നീ കിടന്ന് പിടക്കേണ്ടി വരും, അതിനേക്കാട്ടും നല്ല ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക. അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞ് മൂന്നാമത്തെ മരുന്നും കൂടെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 മരുന്നും മിക്സ് ചെയ്തിട്ട് ഞാൻ വളരെ കൂളായിട്ട് അടിച്ചു കഴിഞ്ഞ് ഞാൻ ലൈവ് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു. ഇതുപോലെ എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ ജീവിത പങ്കാളി ഇതിൻ്റെ ഉത്തരവാദിയല്ല എന്ന്. കാരണം നാളെ ആരും ആ പുള്ളിക്കാരത്തെ കുറ്റം പറയല്ലേ. അതുകൊണ്ട് ഞാനിതെല്ലാം ഇടുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ഇവിടുന്ന് എല്ലാവരും കൂടെ പത്തനംതിട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ദാഹിക്കാൻ തുടങ്ങി, എല്ലാം ചെയ്തു. അപ്പോഴും ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ മരണം നോക്കി കാത്തു കിടന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇതുവരെ ഞാൻ എന്ത് ചെയ്യുന്നോ ഏത് അവസ്ഥയിൽ നിൽക്കുന്നതെന്നോ ചോദിക്കാതെ എനിക്ക് അങ്ങോട്ട് കൊടുത്ത് എനിക്ക് ഇങ്ങോട്ട് കുറച്ച് തരാനുള്ള ആൾക്കാർ പോലും, സാമ്പത്തികമായിട്ട് തരാനുള്ള ആൾക്കാർ പോലും, അവർ വന്ന് അന്വേഷിക്കാൻ വന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളായിരുന്നു, ഇവൻ ജീവനോട് ഇരിപ്പുണ്ടോ ഇല്ലയോ എന്ന്. കാരണം എന്നോട് മുഖത്ത് നോക്കി ചോദിച്ച ഒരാളുണ്ട്, നിനക്ക് ഞാൻ ഇത്രയും രൂപ തരാം, എനിക്ക് ഇന്നതെല്ലാം എഴുതി തരുമോ എന്ന് ചോദിച്ച എൻ്റെ സ്വന്തം ആൾക്കാർ വരെ ഉണ്ട്. അപ്പം ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ ആൾക്കാർ ഇതിൻ്റെ ന്യൂസ് കൊടുക്കാൻ വരെ ആൾക്കാർ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും മാത്രമായിരുന്നു, അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ട് വന്നു, വീട്ടിൽ വന്നു, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളി തിരിച്ചു വന്ന്, നിങ്ങൾ എന്താ ഈ മോശം കാണിച്ചതെന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എനിക്ക് മാതാവിനോടുള്ള ഒരു മമ്മി വേളങ്കണ്ണിയിൽ എപ്പോഴും പോവുകയും വേളങ്കണ്ണി നേർച്ച പറയും എപ്പോഴും ചെയ്യുമായിരുന്നു. മമ്മി വേളങ്കണ്ണിയുടെ ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പം ആ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയും, മാതാവേ എനിക്ക് മാത്രം എന്താ രക്ഷയില്ലാത്തത്, ഞാൻ എപ്പോഴും ഇത് ചോദിക്കുമായിരുന്നു. പക്ഷേ ഒരു കാര്യം എനിക്ക് ഇതിനകത്ത് വ്യക്തമായി എന്ന് പറഞ്ഞത്, ഇത് നമ്മൾ എന്തോ ആണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കൂടെ ഈ ലോകത്തിലുള്ള മനുഷ്യർ അല്ലെങ്കിൽ ലോകത്ത് കുറേ ഹോൾഡും കാര്യങ്ങളും ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു കാര്യം, ഇപ്പോൾ ദൈവവിളിയുള്ള ഒരുത്തിന് ഒരിക്കലും ലോകത്തിൽ നിൽക്കാൻ പറ്റത്തില്ല, ആ ലോകത്തിൻ്റെ ശക്തിയിൽ നിൽക്കാൻ പറ്റത്തില്ല. കാരണം സാത്താൻ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യത്തില്ല, അവനെ നശിപ്പിക്കാനേ നോക്കത്തുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഈ ദിവസങ്ങളിൽ ഞാൻ വീണ്ടും ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ ജീവിത പങ്കാളി ഇവിടുന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ ആകെ ഭയങ്കര വലിയ ഇഷ്യൂസിലേക്ക് മാറി. അത് ഫേസ്ബുക്കിലും എല്ലാം എൻ്റെ ഓൺ ബിസിനസ് പോലും സകലതും ഇതായി. ഞങ്ങൾ വളരെ വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ സംഭവിച്ചു. ഇന്നവരെ ദൈവഹിതമല്ലാത്തത് ആ രീതിയിൽ വരെ കാര്യങ്ങൾ എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാം ഫേസ്ബുക്കിൽ എന്തൊക്കെ വന്നു. ഞാൻ ഇന്നേ വരെ ഫേസ്ബുക്കിൽ ലൈവായിട്ട് ഒരു കാര്യത്തിൽ ഇടാത്തത് എൻ്റെ ഓൺ ബിസിനസ്, എൻ്റെ പേഴ്സണാലിറ്റി വരെ താഴോട്ട്, എൻ്റെ സ്റ്റാറ്റസ് വരെ വളരെ താഴോട്ട് മോശമായിട്ട് പോകുന്ന രീതിയിൽ വരെ അത് എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ അവിടെ ചിത്രീകരിക്കുകയും, കാരണം എനിക്ക് വാശിയായിപ്പോയി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് തന്നെ എനിക്ക് മനസ്സിലായത്, ഇത് ജീവിത പങ്കാളി ഇവിടുന്ന് പിണങ്ങിപ്പോയി എല്ലാം കഴിഞ്ഞപ്പോഴത് ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഞാൻ അവിടെ പോയി ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി ഞാൻ രണ്ടാമത്തെ അറ്റംപ്റ്റിലേക്ക് റെഡി ആവുകയാണ്. കാരണം ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല. അങ്ങനെ ഞാൻ ജൂലൈ മാസം, എൻ്റെ വൈഫ് ഇവിടെ ഇല്ല, അപ്പം ഞാനങ്ങനെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയി റെഡിയാക്കി. അപ്പം ഞാൻ പറഞ്ഞു എനിക്കുള്ളത് എൻ്റെ ജീവിത പങ്കാളിയുടെ പേരിൽ എഴുതണമെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയി സംസാരിക്കുകയും എല്ലാം ചെയ്ത് കഴിയുകയും, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തത് ഇനിയും ഈ വിഷം അടച്ചിട്ട് ഇനി ഈ മൂക്കിക്കൂടെ ഉള്ള പൈപ്പ് ഇടലിച്ചിട്ട് പ്രയാസമായിരുന്നു. അത് ഒരു മണിക്കൂറോളം ഇരുന്നപ്പോഴത്തേക്ക് ഒത്തിരി പ്രയാസം, വേദനയായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ പരിപാടി വേണ്ട, ഏറ്റവും നല്ലത് നേരെ കുട്ടിക്കാനത്തിൽ പോയിട്ട് വണ്ടിയായിട്ട് പോയി കൊക്കയിലോട്ട് ചാടുമ്പോൾ ഒറ്റയടിക്ക് കാര്യങ്ങൾ തീരുമല്ലോ.
അപ്പോൾ അത് തീരുമാനിച്ചിരുന്നിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞേക്കുന്നത് ഞാൻ പുറത്തും എനിക്ക് വീണ്ടും വിസ വന്നു, ഞാൻ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ള ചില സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത്, അപ്പോൾ എനിക്ക് ഡോഗ്സിൻ്റെ ബിസിനസ്സുണ്ട്, ഡോഗ്സ് എല്ലാം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഡോഗ്സിൻ്റെ എല്ലാം നമ്മളവിടെ നോക്കുന്ന ഒരാളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഡോഗ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നവരെ നിങ്ങൾ കൊടുത്ത് നോക്കണം, ബാക്കി ആർക്കാന്ന് വെച്ചാൽ കൊടുത്ത് ഒഴിവാക്കിയേക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ജൂലൈ 29 എന്നോട് ഒരു ഹിന്ദു വിശ്വാസത്തിലുള്ള ഒരു ചേച്ചി എന്നോട് വന്ന് പറയുവാണ്, മോനെ നീ ഒരു കാര്യം ചെയ്യ്, കൃപാസനത്തിൽ ഒന്ന് പോയിട്ട് വാ, നിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാവും. അപ്പം ഞാൻ ചോദിക്കുന്നു, ഈ പുള്ളിക്കാരത്തി എന്നോട് ഇന്നേ വരെ ഈ ഒരു കാര്യം സംസാരിച്ചില്ല. പിന്നെ എനിക്കൊരു സംശയം തോന്നിയത് പുള്ളിക്കാരത്തി ഹിന്ദു വിശ്വാസിയാണോ ക്രിസ്ത്യനാണോ എന്ന്, കാരണം എനിക്കും കൺഫ്യൂഷനായിപ്പോയി. കാരണം ഇന്നേ വരെ നമ്മൾ ചിരിച്ച് കാണിക്കുക എന്തുകൊണ്ട് മോനെന്ന് ചോദിക്കുക, അല്ലാതെ വേറെ ചോദിക്കത്തില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വേറൊരു സുഹൃത്ത്, അവൻ ഇതുവരെ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുമില്ല, പക്ഷേ പുള്ളി പറഞ്ഞു നീ ഒന്ന് പോയിട്ട് വാന്ന്. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ പറഞ്ഞ് കൃപാസനത്തിൽ എന്തോ ഉണ്ട്, അവിടെ പോയാലെന്തോ. അപ്പം ഇത് വീണ്ടും അപ്പോഴങ്ങനെയാണ് ഞാനൊരു സാക്ഷ്യം എന്നെ കേൾപ്പിക്കാനിടയായത്. സാക്ഷ്യം കേൾപ്പിക്കിടയപ്പം കോടികളായിട്ട് നഷ്ടം വന്നിരുന്ന ഒരാൾക്ക് മാതാവ് അവിടെ വഴി തുറക്കുകയും ആ കുടുംബം റീസ്റ്റോർ ആവുകയും ആ ദൈവത്തിന് വലിയൊരു അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും അവരുടെ സാക്ഷിയായി നിൽക്കുകയും ചെയ്തെന്നുള്ളൊരിത് വന്നു. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എന്തായാലും ഒരു വഴി നോക്കിയേക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ August 1, 2022 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരു കാര്യം ഞാൻ ആകെ ആവശ്യപ്പെട്ടിട്ടുള്ളായിരുന്നു ഫസ്റ്റ്. കാരണം എനിക്ക് എന്ത് വന്നാലും എൻ്റെ ഫാമിലി എനിക്ക് റിസ്റ്റോർ ചെയ്യണം. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഡിമാൻഡ്. എൻ്റെ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ വെച്ച, അമ്മേ എനിക്ക് ആദ്യത്തെ വേണ്ടിയത്, എനിക്ക് സാമ്പത്തികം ഒന്നും അല്ല ആദ്യം വേണ്ടിയത്, എനിക്ക് എൻ്റെ കുടുംബം ഒന്നായിട്ട് നിന്ന് ഈ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ എന്നെ ഒന്ന് മാനിക്കണമെന്ന്. ആ വർച്ചിൽ ഇവിടുന്ന് വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയിക്കൊണ്ടിരുന്നപ്പം തന്നെ അവിടെ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു, വൈഫായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് അവിടെ ഒരു തീരുമാനമായി, ഒരു ഉള്ളിൽ നിന്ന് എനിക്കൊരു ധൈര്യം, നമുക്ക് ഒരു പോസിറ്റീവായിട്ട് നമ്മൾ ചിലർ പറയും, ഇവിടെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പോസിറ്റീവ് റിപ്ലൈയാണ് വന്നത്. എനിക്ക് പോസിറ്റീവ് റിപ്ലൈ ഒന്നുമല്ല വന്നത്, എനിക്കെല്ലാം വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഒന്ന് മാത്രം ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ആരോ ഉണ്ടെന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് എനിക്ക് എപ്പോഴും, നിന്നെ ഞാൻ വിളിച്ചത്, നിന്നെ ഞാൻ താഴെ ഇടാനല്ല വിളിച്ചത്, ഞാൻ നിന്നെ ഉയർത്തി തന്നെ നിർത്തുകയും തന്നെ ചെയ്യും. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോ ദിവസങ്ങൾ പ്രാർത്ഥനയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പത്രം വിതരണം ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ August 17 എൻ്റെ ജീവിത പങ്കാളി അവരമ്മയായിട്ട് മടങ്ങി വരുന്നു. ഇവിടെ വന്ന് ഞങ്ങൾ ഉടനെ തന്നെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് വന്നപ്പോൾ അന്ന് പ്രഭുവച്ചൻ ഉണ്ടായിരുന്നു. പ്രഭുവച്ചൻ പറഞ്ഞു, ഇപ്പോൾ സമയമായിട്ടില്ല, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു, കുറച്ച് ബാക്കി കാര്യങ്ങളും കൂടെ ശരിയാവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളന്ന് നന്ദി വന്ന് ഇവിടെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയെങ്കിലും അന്ന് മുതൽ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനിവിടെ പല സാക്ഷ്യങ്ങൾ കേട്ട്, ഇവിടെ ഒരു കുട്ടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കല്ലിട്ട് മുട്ടുമേ നിന്നിട്ട് 7 ദിവസം നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആ വഴികളെല്ലാം നോക്കിയിട്ടുണ്ട്, ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും നടക്കത്തില്ല. പക്ഷേ കൃത്യസമയത്ത് എൻ്റെ മാതാവ് എനിക്കത് വഴി നടത്തിയിട്ടുണ്ട്. പല പ്രാവശ്യം എനിക്കൊരു അനുഭവത്തിലുണ്ടായിട്ടുണ്ട്, 1 രൂപ പോലും ഇല്ലാതെ നാളത്തെ നിത്യം എങ്ങനെ കഴിയും, നാളെ അരി എങ്ങനെ മേടിക്കും എന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴും എൻ്റെ മാതാവ് എന്നെ അവിടെ വഴി നടത്തിയിട്ടുണ്ട്. ഈശോയിൽ കൂടി എനിക്കത് വാങ്ങിത്തന്ന് എനിക്കവിടെ വഴി നടത്തിയിട്ടുണ്ട്. ഇത് നടന്നുകൊണ്ടിരുന്ന സമയത്ത്, ആ സമയത്ത് സമയം ചുരുക്കത്തിൻ്റെ മാതാവെന്നുള്ളത് ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞാൽ, ഞാൻ വർഷങ്ങളായിട്ട് ഈ വസ്തുവും വീടും ഈ ലോണിനകത്തിന് മാറ്റാൻ വേണ്ടി ഞാൻ വിൽക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. ഞാനും അത്രയും കെയർ ചെയ്യാറില്ലായിരുന്നു, വേണമെങ്കിൽ വിൽക്കട്ടെ എന്നുള്ള ധാരണയിലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാം ഇത് വിൽക്കണം, ഇത് വിറ്റേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ഉള്ളിൽ നിന്നൊരു ഇത് വന്നു. പക്ഷേ ആ സമയത്ത് ഞാനിത് എടുക്കുമ്പോൾ എല്ലാം വിപരീതമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പം 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കൊണ്ടുവന്ന് ബോർഡ് വെച്ചു, വലിയൊരു ബോർഡ് കൊണ്ട് മഞ്ഞ ബോർഡ് വെച്ചു, ഈ സ്ഥലവും വസ്തുവും ബാങ്കിനുള്ളതാണെന്ന്. അതോടുകൂടി മേടിക്കാൻ വരുന്ന ആൾക്കാരും വരവ് നിന്നു. ഒരു ബോർഡ് വെച്ച ഒരു വസ്തു എങ്ങനെ വിൽക്കാൻ പറ്റും? സാധാരണ അവൻ കടത്തിലാന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർ വരത്തില്ല, പിന്നെ ബോർഡും കൂടെ വെച്ച് കഴിഞ്ഞുള്ള അവസ്ഥ അറിയാമല്ലോ. ഒരു മനുഷ്യനും വരുന്നില്ല. നാളെ എന്തോ ചെയ്യണമെന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ ഞങ്ങൾ 3 പേരും ഉണ്ട്. എൻ്റെ വൈഫുണ്ട്, വൈഫിൻ്റെ അമ്മയുണ്ട്, ഞാനുമുണ്ട്. ഞങ്ങൾ ഓരോ ദിവസം പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ ഓരോ പ്രതിസന്ധികൾ നമുക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയത്തില്ല, ബൈബിളിൽ പറയുമ്പോൾ വായിക്കുമ്പോൾ വളരെ തന്നെ, എൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾ എൻ്റെ കുരിശ് എടുത്തേ പറ്റത്തുള്ളൂ, എൻ്റെ കൂടെ പിന്നിടണം. അപ്പോൾ ഈ കുരിശെന്നപ്പോൾ ഞാൻ ചോദിക്കും, കർത്താവേ നീ കുരിശ് എടുത്തു, പക്ഷേ ഈ ഒരു കുരിശ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഇത് പറയുമ്പോഴെല്ലാം എനിക്ക് അവിടെ വഴികൾ തുറന്നുകൊണ്ടിരിക്കുക. നമ്മൾക്ക് ആ അവസ്ഥയിൽ പോകുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ കരഞ്ഞിട്ടുണ്ട് നിന്ന്. കാരണം എന്തോ ചെയ്യണം, ആ സമയത്ത് ജീവിത പങ്കാളി ചോദിച്ചിട്ടുണ്ട്, നാളെ എന്തോ ചെയ്യും, നിങ്ങളുടെ കയ്യിൽ 1 രൂപ ഉണ്ടോ എടുക്കാനെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ആ സമയത്ത് മാതാവിൻ്റെ തിരുസന്നിധി ആരുടെ മുമ്പേ കരയാൻ പറ്റത്തില്ല. നിനക്ക് ഇതിന് 1 രൂപയുടെ ഗപ്പുണ്ടോടാന്ന് ചോദിക്കും.
കടക്കാർ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഞാനവിടെ നിന്ന് ഒളിച്ചും പാത്തും കളിക്കുക. കാരണം നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് പറയുമ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് ഡേറ്റിൽ നടക്കുമെന്ന് പറയുന്ന വിശ്വാസം ആ ആൾക്കാർ വരെ വന്ന് നമ്മളോട് മോശമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെ എനിക്ക് എൻ്റെ തന്നെ സ്വഭാവത്തിലൊരു മാറ്റം വരാൻ തുടങ്ങി, പ്രാർത്ഥനയിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ ഈ കല്യാണം കഴിച്ചേ പിന്നെ എനിക്ക് ജപമാല ചൊല്ലാൻ എൻ്റെ വൈഫാണ് പഠിപ്പിച്ചത്. അത് വീഡിയോ കോളിങ്ങിലാണ് പഠിപ്പിച്ചത്, എങ്ങനെ ഇത് ജപമാല ചൊല്ലേണ്ടത്. കാരണം ഓർത്തഡോക്സിൽ ജപമാല എന്ന് പറയുന്ന സംഭവം ഇല്ല. ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ചില ദിവസങ്ങൾ 3, 4 മൊത്തം ജപമാല ചൊല്ലി ഇരുന്നിട്ടും പോലും തീരാതെ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കും. രാത്രി ഉറക്കമില്ല, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം പിന്നെ രാത്രി ഉറക്കം വരാൻ തുടങ്ങി. നല്ലോണമൊക്കെ കിടന്ന് ഉറങ്ങും, വെളുപ്പിനെ എണ്ണിക്കും, പ്രാർത്ഥിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം. എനിക്ക് ഒരു കാര്യം മാത്രം ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞ് ഞാൻ എന്നും മാതാവിനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. പിന്നീട് ഞാൻ സമാധാനിക്കുന്നൊന്നുമല്ല, എല്ലാവരെയും വിളിച്ച വിളി അതിനല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് പത്രം വിതരണം എല്ലാം ഞാൻ ചെയ്യും. അതിന് പത്രം കൊടുക്കാൻ എനിക്ക് അത് കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള വരുന്നത് എൻ്റെ ആവശ്യത്തെക്കാളും കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇത് വരുന്നത്. ഞാൻ എപ്പോഴോ ഏത് ടെൻഷനിൽ നിൽക്കുമ്പോൾ എനിക്ക് ആൾക്കാർ വിളിച്ചിട്ട്, ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുപ്പിച്ച ആൾക്കാർ കുറേ ഉണ്ട്, അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആ പുള്ളിക്കാരന് സാക്ഷ്യം പറയുന്ന 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ അതിനേക്കാളും കുടുംബ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോഴും പുള്ളിക്കാരനെ ആശ്വസിപ്പിക്കാൻ ദൈവമാതാവ് എനിക്ക് ഭയങ്കര ഒരു അഭിഷേകമാണ് എനിക്ക് തരുന്നത്. അവിടെ ഒരു ശക്തി എനിക്ക് പ്രത്യേകം തരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ രണ്ടാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കാൻ വരുന്നത് ജാനുവരിയിലാണ്. അപ്പം അതിന് മുമ്പാകെ ഈ ബോർഡ് വന്ന് വെച്ചപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫച്ചനെ വന്ന് കാണുകയും ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറയുകയും ചെയ്തു. അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് സംഭവം, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആകെ പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന് അവിടുന്ന് തൈലം എടുത്ത് എൻ്റെ നെറ്റി പൂഴിച്ചിട്ട് എന്നോട് പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു കാശുരൂപം തന്നിട്ട് പറഞ്ഞു, നീ ആ വീടിൻ്റെ മുറ്റത്ത് കുഴിച്ചിട്ടോ, മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിത പങ്കാളിയോട് തട്ടിയിട്ട് പറഞ്ഞു, നല്ലോണം മര്യാദയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചോ, നിനക്ക് വന്ന് സാക്ഷ്യം പറയണമെന്നും പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം വന്ന് ഇതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴും അച്ഛൻ ഇത് തന്നെ വിശ്വാസംകാരൻ പറഞ്ഞത്, നിങ്ങൾ വന്ന് സാക്ഷ്യം പറയണമെന്ന്. കാരണം വേറൊരു സാമ്പത്തികം കിട്ടേണ്ട ഒരിക്കലും നമുക്കത് കിട്ടാൻ പോകുന്നില്ല, ഇതുവരെ അത് നടന്നിട്ടില്ല. അത് നടക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ബോർഡെല്ലാം വെച്ച് കഴിഞ്ഞ് ജപ്തി നോട്ടീസ് വന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ജാനുവരിയിൽ ഞങ്ങൾ 30-ാം തീയതി വന്ന് ഇവിടെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, ഇത് മുമ്പോട്ട് എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല, ഞാൻ തിരിച്ച് മടങ്ങി പോവാണ്, ഞാൻ അവിടെ പോയി ജോലി നോക്കട്ടെ, ഇവിടെ നമുക്ക് മാർഗമില്ല, എല്ലാം നഷ്ടപ്പെടാൻ പോവുക. അവർ ജപ്തി നോട്ടീസ് വരെ തന്നു, ജപ്തിയുടെ ഡേറ്റ് വരെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അപ്പോഴും പറഞ്ഞു, മാതാവ് ഉണ്ട്. അതിനിടയ്ക്ക് എൻ്റെ വാഹനം ബാങ്കുകാർ ജപ്തി ചെയ്തുകൊണ്ട് പോയി. അതും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തത്തോട് പൂർത്തീകരിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ജീവിത പങ്കാളിയുടെ വിശ്വാസവും പോയി, എല്ലാം കഴിഞ്ഞു. അപ്പം ജീവിത പങ്കാളി പറഞ്ഞു, ഞങ്ങൾ എങ്ങനെ ജീവിക്കും, ഒരു ജോലിയില്ലാതെ, നമുക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല, ഒരു വഴിയുമില്ല, എവിടെ പോയാലും നോ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ജോലി അന്വേഷിച്ച് പോയാൽ ജോലിയില്ല, കടം ചോദിക്കാൻ പോയാലും ഇല്ല, തരാനുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് തരത്തില്ല. പക്ഷേ അവിടെയെല്ലാം കടക്കാരിൽ നിന്നും എല്ലാം മാതാവ് എന്നെ അത്ഭുതകരമായിട്ട് തന്നെ, ഇപ്പം എന്നെ വന്ന് അടിക്കും പിടിക്കും എന്ന് പറയുന്നിടത്ത് എല്ലാം മാതാവ് അത്ഭുതകരമായിട്ട് എന്നെ വഴി നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഇന്നും ഞാൻ കൊടുക്കാനുള്ളവർ ഇന്നേ വരെ നമ്മളോട് വന്ന് മോശമായിട്ട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ ഇടയാക്കിയിട്ടില്ല. ഫോണിൽ കൂടെ അവർ ദേഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു കോളിനകത്ത് അവർ തന്നെ നമ്മളോട് മാപ്പ് വരെ പറഞ്ഞിട്ടുണ്ട്. ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ല, ഇത്രയും നാളായില്ലയോ അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ആ സമയത്തെല്ലാം എനിക്ക് ക്ഷമയില്ലാത്ത ക്ഷമ എനിക്ക് ഉടമ്പടിയോടുകൂടി കിട്ടി. ഒരുപാട് ക്ഷമ കിട്ടി, ക്ഷമിക്കാൻ പഠിപ്പിച്ചു. മാതാവ് എന്നെ ഓരോ വഴികൾ എന്നെ ഓരോ സ്റ്റെപ്പായിട്ട് എന്നെ നടത്തുകയാണ്. നമ്മൾ പറയും ഇന്നത് നടത്തിയിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കരയും, എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല, അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിത പങ്കാളി ഇവിടുന്ന് പോകുന്നത്. ഫെബ്രുവരി 1-ാം തീയതി അവൾ ജോലി കാര്യത്തിന് വേണ്ടി തിരിച്ച് മടങ്ങി പോകുന്ന സമയത്ത് ഫെബ്രുവരി 2-ാം തീയതി സൊസൈറ്റിയിൽ നിന്ന് ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അവർ വന്ന അളവും എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് എനിക്ക് മനസ്സിലായില്ല എന്താണ്, ഞാൻ ഇന്ന് തന്നെ ജപ്തി ചെയ്യാനാണോ വന്നതെന്ന് എനിക്കൊരു സംശയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ 22 സ്ഥലം ആ കാശി രൂപം അച്ഛൻ തന്ന ആ കാശി രൂപം എന്നോട് ഞാൻ മുറ്റത്ത് കുഴിച്ചിട്ടേക്ക് നിൻ്റെ വീടിനും ഒന്നും സംഭവിക്കത്തില്ല എന്ന് അച്ഛൻ അന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. ആ വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, അമ്മ മാതാവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരും വിളിക്കാതെ, പിതാവ് വിളിക്കാതെ പുത്തൻ്റെ അടുക്കിലേക്ക് ആരും വരാൻ കഴിയത്തില്ല. ആ വിശ്വാസം നിൽക്കുമ്പോൾ ഇവൾ പോയി കഴിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം എന്നോട് വന്ന് പറയുന്നത് 22 സെൻറ്റ് സ്ഥലവും ഈ വീടും ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ജപ്തിയിൽ നിന്ന്, ബാക്കിയുള്ള 66 സെൻറ്റാണ് ഞങ്ങൾ ജപ്തി ചെയ്യാൻ പോകുന്നതെന്ന്. അത് വന്ന് എൻ്റെ ജീവിത പങ്കാളി ഞാനിത് വിളിച്ചു പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ട്രെയിനിലാണ്. വിളിച്ചു പറഞ്ഞ പുള്ളിക്കാരത്തോ ഞാൻ ഇതുപോലത്തെ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല, ഇതുപോലെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പ്രാർത്ഥനയില്ലെന്ന്. ഇത് കഴിഞ്ഞ് മുമ്പോട്ട് തുടർന്ന് പോയി കഴിഞ്ഞപ്പോൾ ഓരോ ദിവസങ്ങളും നമ്മൾ നമ്മൾ പ്രയാസത്തിലും ഓരോ പ്രോബ്ലംസിലും വന്ന് കടന്നു പോകുമ്പോഴും
നമ്മൾ അനേകരെ ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കാനും മാതാവിൻ്റെ സാക്ഷ്യപത്രം കൊടുക്കാനും എന്നെ ഇവിടുന്ന് പ്രേരിച്ച് ഞാൻ ഇവിടെ വന്ന ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ഞാൻ RCC കൊണ്ടുപോയി കൊടുക്കണം. ഞാൻ ഇവിടുന്ന് കാറില്ലാതെ ഞാൻ ഒരിക്കലും പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്ന ബസ്സിൽ കയറി ഞാൻ പോയി അവിടെ കൊണ്ടുപോയി ആ RCCയുടെ അവിടെ ചെന്ന് നിന്ന് 2 കെട്ട് പത്രം മൊത്തം അവിടെ നിന്ന് അത് കൊടുക്കാൻ, അത് ഞാൻ അന്ന് പറഞ്ഞു എവിടെ ഇങ്ങനെ കൊടുക്കും, ഒരു നാണക്കേടുണ്ടെന്ന് പറഞ്ഞപ്പോഴും പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ വന്ന് പറയുന്നു, വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന നാണക്കേട് അത്രയും ഇല്ലല്ലോ നിനക്ക് എൻ്റെ പത്രം വിതരണം ചെയ്യുന്നതെന്ന്. എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ട്, നിന്നെ നോക്കാൻ ആരുമില്ല, നിന്നെ നോക്കിയത് ഞാനില്ലേ, എനിക്ക് വേണ്ടി നിനക്ക് നിൽക്കാൻ എന്തോ നാണക്കേടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അവിടെ നിന്ന് അത് ചെയ്യിപ്പിച്ചു. അപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ കഴിവല്ല, അത് മാതാവ് എനിക്ക് തന്ന കൃപയാണ്. ഇന്നും അനേകർക്കെല്ലാം ഞാൻ എപ്പോഴും ഇപ്പം പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാതാവ് എനിക്ക് ഒരുക്കി തന്നു. ഇതുകൂടാതെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ജീവിത പങ്കാളി തിരിച്ചു വന്നു. ഈ ദിവസങ്ങളിൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവിടെ ഒരു ദിവസം ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ജപ്തി 7-ാം തീയതി ആവുന്നു, എന്തോ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വിളിച്ചപ്പം വിജയകുമാർ ബ്രദറാണെന്ന് തോന്നുന്നു എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ അഡ്വക്കേറ്റിനെ പോയി ഒന്ന് കാണ്, അതൊന്ന് കണ്ടു നോക്കുക, അപ്പോഴത്തേക്ക് മാതാവ് അവിടെ വഴി തുറക്കുമെന്ന് പറയുന്നു. ഞാൻ അങ്ങനെ ഇന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, വൈകുന്നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ അവിടുത്തെ ഒരു മെമ്പറിൻ്റെ രൂപം, ഒരു മോഹം ഇങ്ങനെ കാണിച്ചു. അവിടെ ചെന്നപ്പോൾ പുള്ളി അഡ്വക്കേറ്റും കൂടെയാണ്. പുള്ളിക്കാരനെ ചെന്ന് എൻ്റെ സങ്കടം ബോധിപ്പിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഹൈക്കോർട്ടിലെ ഇന്ന് അഡ്വക്കേറ്റിനെ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. എൻ്റെ ഈ വണ്ടിക്കൂലി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്ന് 1 മണിക്കൂർ പുള്ളിയെ പരിചയമുള്ളായിരുന്നു. അവിടെ പോയി പുള്ളിയെ കണ്ട് പറഞ്ഞു, അയാൾ പറഞ്ഞു 30,000 രൂപ വേണമെന്ന്, 25,000-30,000 രൂപ ചിലവും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഉണ്ടാവുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി അവിടെ നിന്ന് എന്നെ പറഞ്ഞു വിടുന്നു. ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു നോട്ടീസ്, എന്നെ ഒരു മെസ്സേജ് വരുന്നു, മെസ്സഞ്ചർ ഫ്രം ദ കോർട്ട് ഈസ് കമ്മിങ് ടു യു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ മെസ്സേജ് ആ മെമ്പറിന്, അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ ആ മെമ്പറിൻ്റെ കയ്യിലോട്ടേക്ക് ആ സാറിൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ആ സാറ് പറഞ്ഞു, നിങ്ങൾ പൈസ കൊടുത്തോ, കോടതി കേസ് ഫയലായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പൈസയൊന്നും കൊടുത്തിട്ടില്ല. ഒരു പരിചയമില്ലാത്ത അഡ്വക്കേറ്റ് എൻ്റെ കേസ് പുള്ളി സ്വയം കാശിട്ട് പുള്ളി ആ കേസ് നടത്തുകയാണ്. ആ കേസ് നടത്തിയോണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ, ലേലം വിളിക്കുന്ന 7-ാം തീയതി എന്നുള്ള ലേലം അവിടെ ബ്ലോക്കായി. ആ ലേലം ബ്ലോക്കാക്കിയിട്ട് അവിടെ എല്ലാവരും നമുക്ക് പ്രതികൂലമായി നിന്ന സാഹചര്യത്തിൽ ഞാൻ നോക്കുമ്പോൾ അവിടുത്തെ സെയിൽസ് ഓഫീസർ, പുള്ളിക്കാൻ ഗവൺമെൻറ് സർവൻ്റാണ്, പുള്ളിക്ക് ഇത് ലേലം നടപടി ചെയ്താൽ മതി, പുള്ളി എനിക്ക് അനുകൂലമായി സംസാരിക്കാൻ തുടങ്ങി. ഇത് വന്നോടുകൂടി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ നമ്മൾ ഒരു ലേലം വെക്കുമ്പോൾ അവർ ജപ്തി ചെയ്യുന്ന തുക അവർ അറിയിക്കും. അപ്പോൾ ആ തുകയ്ക്ക് കൂടുതൽ 1-2 ലക്ഷം രൂപയെ കൂടുതൽ വിളിപ്പിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ചിലർ ആ വിലയെ വിളിക്കത്തുള്ളൂ. പക്ഷേ അവിടെയും മാതാവ് അവിടെ ഒരു ഹൈഡ് ചെയ്തു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കാതിരുന്ന് സീക്രട്ട്ലി ഒരു ലേലം നടന്നോടുകൂടി എനിക്ക് 22 സെൻറ്റും ഭവനം മാത്രമല്ല കിട്ടിയത്, എനിക്ക് അതിനകത്ത് അല്പം കാശും കൂടെ കിട്ടി മുമ്പോട്ട് എങ്ങോട്ട് പോകണമെന്നുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള സാമ്പത്തികം എൻ്റെ മാതാവ് എൻ്റെ കൈ തന്നു. പിന്നെ അതിനകത്ത് വലിയൊരു ഇത് പറഞ്ഞാൽ അതിൻ്റെ ഒരു അംശം, എൻ്റെ ഒരു ദശാംശം ഞാൻ എൻ്റെ മാതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഞാൻ ഇന്ന് ഏൽപ്പിക്കുന്നുമുണ്ട്. കാരണം ഇനി മുതൽ ഉള്ള ജീവിതം പരിശുദ്ധ അമ്മയോടുകൂടി ചേർന്ന് സങ്കീർത്തനക്കാരൻ 2:8 പറയുന്ന പോലെ, എൻ്റെ മെറിറ്റിൽ എനിക്ക് ഇനി ഒരിടത്തും നിൽക്കാൻ ഒക്കത്തില്ല, പക്ഷേ ഇനി മുതൽ എനിക്കൊരു അവകാശം പറയാനുണ്ട്. ഇത്രയും നാൾ ഞാൻ പഠിച്ചില്ലാത്ത ഒരു പാഠം ഞാൻ പഠിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, നിൻ്റെ കഴിവിലല്ല, നിൻ്റെ മാതാവിൻ്റെ കൃപയാലാണ് നീ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കൃപയിൽ ചോദിക്കുമ്പോൾ എൻ്റെ മെറിറ്റിലല്ല, എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിലല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്, അത് മാതാവിൻ്റെ. അതുകൊണ്ട് 2:8 സങ്കീർത്തനം 2:8 ഞാൻ ചോദിക്കുന്ന നേഷൻസ്, എനിക്ക് കറങ്ങാനുള്ള പൈസ ഇല്ല, എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസവും ഇല്ല, അത്രയും വിദ്യാഭ്യാസമൊന്നും ഇല്ല, വലിയ ജോലി, പക്ഷേ ലോകത്തിന് അങ്ങ് അറ്റോളം പോയി ഞാനും എൻ്റെ കുടുംബം യഹോവയെ സേവിക്കും, മാതാവിനെയും ഈശോയും ഞാൻ ഈ സുവിശേഷം അറിയിക്കുന്നുള്ളൊരു തീരുമാനം ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ ഒരു ലക്ഷ്യത്തിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. എൻ്റെ കുടുംബത്തിൽ ഞാൻ പറഞ്ഞില്ല, നിന്ദിച്ചപ്പോഴും അവിടെ പല ദുരിതമുണ്ടായപ്പോഴും ഒരു മനുഷ്യനും എനിക്കില്ലായിരുന്നു, എന്നെ താങ്ങി നിർത്തിയത് പരിശുദ്ധ അമ്മയും ഈശോയും കൂടെയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ ഇനിയിപ്പോൾ ഉള്ള നാളുകൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ഒരുപാട് പേർക്ക് വേണ്ടി ഞങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് പേര് ഇപ്പം കടന്നും വരുന്നുണ്ട്. അതിന് ഇത്രയും തോളം എനിക്ക് തന്ന എൻ്റെ കുടുംബം തിരിച്ചു തന്ന, ഇനിയും എൻ്റെ സാമ്പത്തിക കടങ്ങളും ബാക്കിയുണ്ട്, എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം ആദ്യം അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിക്കുകയും ബാക്കിയെല്ലാം വന്ന് ചേരുമെന്ന്. എൻ്റെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിലും സാധ്യം. അപ്പോൾ എൻ്റെ കടബാധ്യതകളൊന്നുമല്ല, എൻ്റെ കർത്താവാണ് വലുത്, എല്ലാത്തിനും വലുത്. ആ ഒരു ഉൾബോധം എനിക്ക് ഈ ഉടമ്പടിയോടുകൂടി കിട്ടി. അത് ഞാൻ മാതാവിനോടും ഈശോയോടും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ വാക്കിൽ നിർത്തുന്നു. സജീവ് ജോർജ് പത്തനംതിട്ടയിൽ നിന്ന് വന്ന ഈ സഹോദരൻ പറഞ്ഞ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒരു വലിയ സാക്ഷ്യമാണ് അദ്ദേഹം പറഞ്ഞത്. ജീവിതത്തിൽ അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലിയിൽപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഭാര്യയാണ് കൂടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ഡോഗിൻ്റെ, അതായത് ഡോഗ് ഫാം, അതാണ് ഓൾ ഇന്ത്യ ബേസിൽ
നടത്തുന്ന ഒരു സംരംഭമാണുള്ളത്. ഇവിടെ ഇദ്ദേഹത്തിന് പറ്റിയ പ്രശ്നമെന്ന് പറയുന്നത് അദ്ദേഹം ലോകത്തിൻ്റെ അരൂപിയിൽ അങ്ങ് ജീവിക്കുകയായിരുന്നു. അതായത് ആദ്യമൊക്കെ ഇതിലുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ലോകത്തിൻ്റേതായിട്ടുള്ള അരൂപിൽ ജീവിച്ച് അത് പിന്നീടെന്ന് പറയുന്നത് പലവിധ തകർച്ചകൾ അദ്ദേഹത്തിന് നേരിടുകയാണ്. കുടുംബ തകർച്ച, അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായി വലിയ തകർച്ചകൾ അദ്ദേഹത്തിന് ഉണ്ടാകുകയാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഓരോരോ തകർച്ചകൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ഒടുവിൽ ജപ്തി നോട്ടീസ്, വീടും താമസിക്കുന്ന സ്ഥലവും എല്ലാം ഫാമും എല്ലാം ഉൾപ്പെടെ ജപ്തി നോട്ടീസ് വരികയും അവിടെ കൊണ്ടുവന്ന് ബാങ്കുകാർ ബോർഡ് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്കെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇതെന്ന് പറയുന്നത് എല്ലാവിധ സത്യദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അന്യദേവന്മാരുടെ ഓരോ സ്ഥലങ്ങളിലും പോയി പ്രാർത്ഥനകളും പൂജകളും എല്ലാം നടന്ന് ഒടുവിൽ ഒരു സ്ഥലത്ത് പോയി സാത്താൻ സേവ നടത്തുകയും കൂടെ ചെയ്ത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്കറിയാം, ആദ്യമേ ദൈവത്തിന് ശക്തി ഉള്ളതുപോലെ സാത്താനും അവൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട്. പക്ഷെ ഒടുവിൽ വിജയം എവിടെയായിരിക്കും? ദൈവിക ശക്തിക്കായിരിക്കും. അതൊക്കെ വചനമുണ്ട്, അതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ നടക്കുന്നതെന്ന് പറയുന്നത് അത് ജീവജലത്തിൻ്റെ അരുവിയായ ദൈവത്തെ എന്നെ അവർ ഉപേക്ഷിച്ച് ജലം തരാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കാൻ പോയ ഒരു മകനാണിത്. അത് ജെറമ്യായുടെ 2-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയാം, സത്യദൈവത്തെ ഉപേക്ഷിച്ചു പോയി. അത് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആദ്യമൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന, പിന്നെ വലിയ തകർച്ചയാണ്. ആ തകർച്ചയുടെ ഏറ്റവും മൂർധന്യാവസ്ഥയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സൂയിസൈഡ് അറ്റംപ്റ്റ്. എന്ന് പറഞ്ഞാൽ ആത്മഹത്യാ ശ്രമം നടത്തി. അതിലെന്ന് പറയുന്നത് ആശുപത്രിയിൽ പോയി ദൈവകൃപയാൽ അദ്ദേഹം രക്ഷപ്പെട്ടതാണ്. അതെന്ന് പറയുന്നത് ദൈവത്തിന് അദ്ദേഹത്തെ കൊണ്ട് ആവശ്യമുണ്ട്. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു പോരുകയാണ്. അതിന് ശേഷമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിയുമ്പം തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കടന്നു വരുന്നുണ്ട്, എങ്കിലും അത് പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. രണ്ടാമത് ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുവാൻ തുടങ്ങിയത്. അതായത് ആദ്യമേ അദ്ദേഹത്തെ തന്നെ മാറ്റാൻ ശ്രമിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ദൈവത്തെ ഉപേക്ഷിച്ചു പോയതിനെക്കുറിച്ച് അനുദപിച്ചെന്ന് പറയുന്നത് അവിടെ എന്ന് പറയുന്നത് അദ്ദേഹം അതിനു വേണ്ടി പ്രായശ്ചിത്തം ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, കുമ്പസാരം കൊണ്ട് കാരുണ്യപ്രവൃത്തികൾ നന്നായി നടത്തുന്നു. അതോടൊപ്പം തന്നെ പ്രേക്ഷിത പ്രവർത്തനം, മറ്റ് ഹിന്ദിയിലും മറ്റ് ഭാഷകളിലുമൊക്കെ ഉള്ള പത്രങ്ങൾ വാങ്ങി പിന്നെ അദ്ദേഹം ഉത്തരേന്ത്യയിലേക്ക്, അദ്ദേഹത്തിൻ്റെ വൈഫ് ഉത്തരേന്ത്യയിലാണ്, ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ എവിടെയാണ്? വൈഫ് എവിടെയായിരുന്നു? വൈഫ് ബീഹാറിൽ നിന്നാണ്, ബീഹാർ സ്വദേശിയാണ്. എവിടെയാണ്? ബീഹാർ. അപ്പോൾ പിന്നെ അവിടെ ആയിട്ടാണ്. അതുപോലെ തന്നെ മാതാപിതാക്കൾ അവിടെയായിരുന്നു. അവിടെയാണ് ഈ സഹോദരൻ ആദ്യം വളർന്നത്. അതുകൊണ്ടൊക്കെ എന്ന് പറയുന്നത് ഹിന്ദിയിലുള്ള ഇതൊക്കെ അവിടെ അയച്ചു കൊടുക്കുന്നുണ്ട്. ധാരാളം പേരിപ്പോൾ ഇദ്ദേഹത്തോട് അവിടെ ഉള്ളവർ ഉടമ്പടി എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അത് ഇവിടെ വന്ന് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് വന്ന മാറ്റമാണ്. ഇങ്ങനെ അങ്ങോട്ട് മാറ്റം വന്നപ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം അദ്ദേഹത്തിലേക്ക് കരകവിഞ്ഞൊഴുകുന്നത്. അതെന്ന് പറയുന്നത് ആ സ്നേഹം അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങിയപ്പോൾ അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. അവിടെ ബോർഡ്, ഇതിൻ്റെ ഇടയ്ക്കെന്ന് പറയുന്നത് കോഴിക്കോടുള്ള ഒരു തിരുമേനി, ഒരു പൂജാരി അദ്ദേഹത്തോട് പറയുന്ന ഒരു വാക്കുണ്ട്. അതായത് പല സ്ഥലത്ത് പോയില്ല, ഒരു സ്ഥലത്ത് പറഞ്ഞതുപോലെ ഞാനൊന്ന് എടുത്തു പറയുകയാണ്. അത് ഞാൻ 18 പണികളും പയറ്റി നോക്കി, ഇനി ഒന്നും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇനി എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അവിടെ മാതാവുണ്ടെങ്കിൽ ആ മാതാവിൻ്റെ മുന്നിൽ പോയി സാഷ്ടാംഗ പ്രണാമം ചെയ്ത് മുറുകെ പിടിക്കാനാണ് അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ അവിടെ മാതാവിൻ്റെ പള്ളി, അപ്പം ഞാൻ പല അമ്പലങ്ങളിൽ പോയപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലായി. ഒരു കാര്യം കൂടി ഞാൻ ഇതിനകത്ത് പറയാനുണ്ട്. ഇതിനകത്ത് പറയുമ്പോൾ എല്ലാവരും പറയും അന്ന ദോഷമാണ് ഇന്ന ദോഷമാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു ദോഷമില്ല. ദോഷം നമ്മുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ദോഷമില്ല. ഈ അമ്പലങ്ങളെല്ലാം പോകുമ്പോൾ ഇന്ന ദോഷമാണ് അന്ന ദോഷമാണ്. അവസാനം ആ തിരുമേനി എന്നോട് വിളിച്ച് പറയാം,
പഠിച്ച പടി 18 നോക്കിക്കഴിഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അവിടെ മാതാവിൻ്റെ പള്ളി വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ശാസ്താന്തം വീണ് നമിച്ചോ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ ചെയ്തിട്ട് എൻ്റെ ഭവനത്തിൽ പോലും ഒരു രക്ഷ ഉണ്ടാവുന്നില്ല. നിങ്ങൾ വേറെ വല്ല വഴി ഉണ്ടെങ്കിൽ നോക്കിക്കോന്ന്. അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ കൃപാസനത്തിൽ വന്ന് കൃപാസനം ശരിക്കുള്ള റൂട്ടിലേക്ക് സഞ്ചരിക്കുകയാണ്. ശരിക്കുമുള്ള കൃപാവര മാതാവിൻ്റെ അടുത്തേക്ക് വന്ന് ഉടമ്പടി എടുക്കുകയാണ്. രണ്ടാമത്തെ പുതുക്കലിൻ്റെ സമയത്തെന്ന് പറയുന്നത് അവിടെ ഇയാളുടെ വസ്തുവകളുടെ മുന്നിൽ ജപ്തിക്കായിട്ടുള്ള അവരുടെ ബാങ്കുകാരുടെ ജപ്തി എന്നുള്ള ബോർഡ് വെച്ചിരിക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ ചുരുക്കി പറയുകയാണ്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ഒരു കാശ് രൂപം വെഞ്ചരിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ സൈത്ത് പൂശി അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്നിട്ട് അത് കൊണ്ടുപോയി വീടിൻ്റെ മുന്നിൽ വശത്ത് കുഴിച്ചിടാൻ പറയുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിൻ്റെ വീടിനൊന്നും സംഭവിക്കുകയില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ്. അതേപോലെ തന്നെ സംഭവിച്ചു. ഇതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ഭാര്യ ഇനി നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് കരുതി അവരുടെ നാട്ടിലേക്ക് പോയി എന്തെങ്കിലും തൊഴിൽ അന്വേഷിക്കുവാനായിട്ട് പോവുകയാണ്, ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കത്തോടു കൂടി. അപ്പോൾ ഈ സമയത്ത് ഈ കാശ് രൂപം കുഴിച്ചിട്ട് ഇവിടെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഉടനെ ബാങ്കുകാർ അടുത്ത ദിവസം വന്ന് പറയാണ്, നിങ്ങളുടെ ഈ വീട് നിൽക്കുന്ന വീടും 22 സ്ഥലവും ഞങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ജപ്തി ചെയ്യുന്നത്. എന്നിട്ട് അത് ജപ്തി ചെയ്തില്ല, അതിനു മുൻപായിട്ട് ലേലത്തിന് വിൽക്കുകയാണ്. അവിടെയും അത്ഭുതം നടക്കുന്നുണ്ട്. അതായത് ഇദ്ദേഹം ഹൈക്കോടതിയിലുള്ള ഒരു അഡ്വക്കേറ്റിന് ഈ കേസ് കൊടുത്ത് പൈസ കൊടുക്കാനായിട്ട് ഇല്ല, അദ്ദേഹത്തിന് കൊടുക്കാൻ 30,000 രൂപ കൊടുക്കാനായിട്ട് ഇല്ലാത്തപ്പോൾ അദ്ദേഹം അയക്കുമ്പോൾ ആ വക്കീൽ തന്നെ, അഡ്വക്കേറ്റ് തന്നെ ആ പൈസ ഇട്ടുകൊണ്ട് കാര്യങ്ങൾ നടത്തി. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളല്ല അനുകൂലമായി, ഇദ്ദേഹത്തിന് എതിരായി നിന്നവർ പോലും അനുകൂലമായി എല്ലാം നന്നായി പരിണമിപ്പിച്ചു, അല്ലേ? എല്ലാം നന്നായിട്ട്. അത് കഴിഞ്ഞിട്ട് ആ സ്ഥലമൊക്കെ വിൽക്കാൻ സാധിച്ചു. അത് ലേലത്തിന് പോയെങ്കിൽ എല്ലാം ലാഭത്തിൽ. അതിൻ്റെ ഒരു നല്ലൊരു ദശാംശം അദ്ദേഹം ഇവിടെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടെ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കിക്കേ, കാലത്തിൻ്റെ അമ്മ, സമയത്തിൻ്റെ അമ്മ. നമ്മൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മുന്നേ തന്നെ നമുക്ക് മുൻപേ അമ്മ പോയി കാര്യങ്ങൾ നടത്തുന്ന സഞ്ചാരി മാതാവ്. ഈ മകൻ ഉടമ്പടി എടുത്ത് പിന്നെ തിരിച്ചു വരുന്ന വരവ്, എല്ലാത്തിലും ആ പണ്ട് സത്യദൈവത്തെ വിട്ടുപോയ ആള് മനസാന്തരത്തോടുകൂടി വളരെയേറെ പശ്ചാത്താപത്തോടുകൂടി തിരിച്ചു വന്നപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങൾ എല്ലാറ്റിനും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ശക്തമായി അടിച്ചുകൊണ്ട് അമ്മ മാതാവിനെ ഈശോയെ ഒന്ന് മഹത്വപ്പെടുത്താം.